ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന പാഠഭാഗത്തെയാണ്. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2019 ജൂലൈയിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ, അറേഞ്ച് ദ കാർബോക്കേറ്റയോൺ ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ജസ്റ്റിഫൈ യുവർ ഓൺ ദ ബേസിസ് ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ. താഴെ കുറച്ച് കാർബോക്കേറ്റയോണുകൾ തന്നിട്ടുണ്ട്. ഏതാണൊക്കെ? ഇവ ഈ താഴെ തന്നിട്ടുള്ള ഈ കാർബോക്കേറ്റയോണുകളെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി എന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് ഹൈപ്പർ കോൺജുഗേഷൻ്റെ ബേസിൽ ഇതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഈ ചോദ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ കാർബോക്കേറ്റയോണുകളൊന്ന് പരിചയപ്പെടാം. അങ്ങനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ കാർബോക്കേറ്റയോണുകളെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതി. പക്ഷേ ഈ രണ്ടെണ്ണത്തിന് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും മാറ്റങ്ങൾ വരുത്താനുണ്ടായിട്ടില്ല. കാരണം വലിച്ചു നീട്ടി എഴുതാനൊന്നുമില്ല. പക്ഷേ എന്നാൽ ഈ രണ്ടെണ്ണം നോക്കുകയാണെങ്കിൽ, ഈ രണ്ട് കാർബോക്കേറ്റയോണുകൾ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ കാർബോക്കേറ്റയോണുകൾ കുറച്ചുകൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാനുണ്ട്. കാരണം ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് കാർബോക്കേറ്റയോണുകൾ ഒന്നുകൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതുകയാണ്. ഈ കാർബോക്കേറ്റയോൺ നോക്കുകയാണെങ്കിൽ, ഈ കാർബോക്കേറ്റയോൺ C+ എത്ര CH3 ഉണ്ട്? 3 CH3 ഉണ്ട്. C+ എത്ര CH3 ഉണ്ട്? 3 CH3 ഉണ്ട്. ഇതുമല്ലോ CH+ 2 CH3 ഉണ്ട്. CH+ എത്ര CH3 ഉണ്ട്? 2 ഉണ്ട്. 2 CH3 ഉണ്ട്. ഇതുമല്ലേ CH+. അപ്പോൾ ഇവരെ എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? C+ അവിടെ C+ എത്ര CH3 ഉണ്ട്? 1 2 3 CH3 അല്ലേ? അപ്പോൾ 1 2 3 CH3 3 അപ്പോൾ ഇവരെങ്ങനെ എഴുതി? ഇങ്ങനെ എഴുതി. അതായത് C+ 3 CH3 എഴുതി. ഇവനെ നോക്കുകയാണെങ്കിലോ അതേപോലെ തന്നെയാണ്. CH+ ഇവൻ എത്ര CH3 ഉണ്ട്? 2 CH3 ഉണ്ട്. എത്ര CH3? 2 CH3. ഇതെവിടെ എഴുതി? CH+ 1 2 CH3. CH+ 1 2 CH3. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, കാർബൺ വിത്ത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാർബോക്കേറ്റയോൺ അല്ലെങ്കിൽ കാർബോണിയം അയോൺ. കാർബൺ വിത്ത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാർബോക്കേറ്റയോൺ അല്ലെങ്കിൽ കാർബോണിയം അയോൺ. എന്താ പറയണത്? ഇവിടെ കാർബൺ കണ്ടോ? ഈ കാർബണിൻ്റെ കൂടെ ആരാളുള്ളത്? പോസിറ്റീവ് ചാർജാ. ഈ കാർബണിൻ്റെ കൂടെ ആരാളുള്ളത്? പോസിറ്റീവ് ചാർജാ. ഈ പോസിറ്റീവ് ചാർജ് കാർബണിൻ്റെ കൂടെ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാർബോക്കേറ്റയോൺ അല്ലെങ്കിൽ കാർബോണിയം അയോൺ. ഇനി ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ എന്താ പറയുക? കാർബോക്കേറ്റയോൺ മാറ്റിയിട്ട് കാർബോ ആനയോൺ ആക്കി മാറ്റുക. ഓക്കെ, ഇവിടെ പോസിറ്റീവാണ്. ഇവിടെ എന്താ ഉള്ളത്? പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ ആരാ? കാർബോക്കേറ്റയോണുകളാണ് അല്ലെങ്കിൽ കാർബോണിയം അയോൺസാണ്. അപ്പോൾ കാർബോക്കേറ്റയോണിൻ്റെ ഈ പോസിറ്റീവ് ചാർജുള്ള കാർബൺ എത്ര കാർബൺ നമുക്ക് ബ്രാഞ്ച് ആയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോസിറ്റീവ് ചാർജുള്ള ഈ കാർബൺ എത്ര കാർബൺ നമുക്ക് ബ്രാഞ്ച് ആയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സിംപ്ലി 3 ഡിഗ്രി ആയിട്ട് നമുക്ക് പറയാം. ഒന്ന്, കാർബൺ മല, ഈ പോസിറ്റീവ് ചാർജുള്ള ഈ കാർബൺ മല ഒന്ന് ശ്രദ്ധിക്കുക. ഈ പോസിറ്റീവ് ചാർജുള്ള ഈ കാർബൺ മല ഒരു ബ്രാഞ്ചേ ഉള്ളൂ എങ്കിൽ, പോസിറ്റീവ് ചാർജുള്ള കാർബൺ മലി ഒരു ബ്രാഞ്ചേ ഉള്ളൂ എങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് പ്രൈമറി കാർബോക്കേറ്റയോൺ. എന്താണ് പ്രൈമറി കാർബോക്കേറ്റയോൺ? എന്നാൽ ഈ CH3 ഇവനെ നോക്കി, CH3+ എന്തില്ല? ബ്രാഞ്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കാർബണിൻ്റെ വാലൻസി എത്രയാണ്? 4 ഈ 4 വാലൻസിയിൽ 3 വാലൻസിയും ഹൈഡ്രജൻ ആണ് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് മീഥൈൽ കാർബോക്കേറ്റയോൺ. എന്നൂടെ പറയാം.
ഈ CH3 പ്ലസിന് ബ്രാഞ്ചൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ 4 വാലൻസിയിൽ 3 വാലൻസിയും ഹൈഡ്രജൻ കൊണ്ടുപോയതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് മീഥൈൽ കാർബോ കാറ്റയോൺ. ഇനി ഈ രണ്ടാൾക്കാരെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി CH പ്ലസ് അപ്പം ഈ C+-ൽ ഇവനെ നോക്കുകയാണെങ്കിൽ C+-ൽ എത്ര ബ്രാഞ്ച് ഉണ്ട്? 1, 2, 3. C+-ൽ എത്ര ബ്രാഞ്ച് ഉണ്ട്? 1, 2, 3 ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ടെർഷ്യറി കാർബോകാറ്റയോൺ. എന്നൂടെ പറയാം, C+-ൽ 3 ബ്രാഞ്ച് ഉണ്ട്. അപ്പം അതിനെ പറയുന്ന പേരാണ് ടെർഷ്യറി കാർബോകാറ്റയോൺ. പോസിറ്റീവ് ചാർജുള്ള കാർബണിൽ എത്ര ബ്രാഞ്ച് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 3 ബ്രാഞ്ച് ആണെങ്കിൽ അതിനാണ് ടെർഷ്യറി എന്ന് പറയും. എന്നാൽ ഇവനെ നോക്കുകയാണെങ്കിൽ CH+, ഈ പോസിറ്റീവ് ചാർജുള്ള ഈ കാർബണിൽ എത്ര ബ്രാഞ്ച് ഉണ്ട്? 1, 2, 2 ബ്രാഞ്ചുള്ള അപ്പോൾ അതിനെ പറയുന്ന പേരാണ് സെക്കൻഡറി കാർബോകാറ്റയോൺ. ഇനി ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി, കാർബോകാറ്റയോണുകളുടെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആദ്യം ടെർഷ്യറി കാർബോകാറ്റയോണാണ്, പിന്നീട് സെക്കൻഡറിയും, പിന്നീട് പ്രൈമറിയും, അതേപോലെ പിന്നീട് മീഥൈൽ കാർബോകാറ്റയോണും. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കാർബോകാറ്റയോൺ ഉള്ളത് ആർക്കാണ്? ടെർഷ്യറിക്ക്, പിന്നീട് സെക്കൻഡറി, പ്രൈമറി, അതേപോലെ മീഥൈൽ കാർബോകാറ്റയോൺ. ഇനി ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ്റെ ബേസിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് എന്താ പറഞ്ഞാൽ, ഹൈപ്പർ കോൺജുഗേഷൻ്റെ ബേസിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഹൈപ്പർ കോൺജുഗേഷൻ്റെ ബേസിൽ ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണോ, ഈ പോസിറ്റീവ് ചാർജുള്ള കാർബൺ എന്താ ഉള്ളത്? പോസിറ്റീവ് ചാർജ്. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള കാർബണിൻ്റെ തൊട്ടപ്പുറത്ത് എത്ര സിഗ്മ CH ബോണ്ടുകളുണ്ടോ, പോസിറ്റീവ് ചാർജുള്ള ഈ കാർബണിൻ്റെ തൊട്ടപ്പുറത്ത് എത്ര സിഗ്മ CH ബോണ്ടുകളുണ്ടോ അത്രയും ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് അവിടെ ഉണ്ടാകുന്ന. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ മീഥൈനെ ഈ പ്രൈമറി കാർബോകാറ്റയോൺ കൺസിഡർ ചെയ്യാം. ഈ പ്രൈമറി കാർബോകാറ്റയോൺ ഒന്ന് നമുക്ക് കൺസിഡർ ചെയ്യും. ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കിട്ടോ, CH2 പ്ലസ് CH3 ആണ് നമ്മളെ പ്രൈമറി കാർബോകാറ്റയോൺ എന്ന് പറയുന്നത്. അതായത് CH2 പ്ലസ് CH3 ആണ്. ഈ CH3ൻ്റെ H ഇങ്ങനെ കൂട്ടിയപ്പോൾ ഈ CH എത്ര 3 ഉള്ളത്? 1, 2, 3. പക്ഷേ ഈ CH ഒക്കെ എന്താ? സിഗ്മ CH ബോണ്ടുകളാണ്. ഈ CH ഒക്കെ എന്താ? സിഗ്മ CH ബോണ്ടുകളാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ C+-ൽ ഒക്കെ എന്താ ഉള്ളത്? C+-ലൊക്കെ എന്താ ഉള്ളത്? ഈ CH3 H3 ഇതവിടെ H3 H3 CH3. അതേപോലെ ഇതാ ഈ CH3 ഇവിടെ ഒരു C ഉണ്ട്. ഈ C എത്ര ഉണ്ട്? 3 H. ഇതാ 1, 2, 3 H. ഇതൊക്കെ എന്താ? സിഗ്മ CH. അതേപോലെ ഇതിൻ്റെ അപ്പുറത്ത് ഇതാ ഈ C എത്ര H ഉണ്ട്? 1, 2, 3 H. ഇതൊക്കെ എന്താണ്? സിഗ്മ CH ബോണ്ടുകളാണ്. അതേപോലെ ഇവരെ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഈ CH+-ൽ 1, 2 കാർബണുണ്ട്. ഈ 2 കാർബണിലും എത്ര H ഉണ്ട്? 3, 6 H ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാം ഈ പോസിറ്റീവ് ചാർജുള്ള ഈ കാർബണിൻ്റെ തൊട്ടപ്പുറത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ടോ നോക്കുക, ബ്രാഞ്ചുകൾ എത്ര ഹൈഡ്രജൻ ഉണ്ടോ നോക്കുക. അത്രയും ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് അവിടെ ഉണ്ടാവും. ഈ പോസിറ്റീവ് ചാർജുള്ള കാർബണിൻ്റെ തൊട്ടപ്പുറത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ടോ നോക്കുക. അങ്ങനെ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് അവിടെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഹൈപ്പർ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കൊടുക്കുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് എന്തിൻ്റെ? നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ്. അതായത് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് കൂടിയാൽ കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. എന്നൂടെ പറയാം, നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സിന്. അതായത് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് ഏറ്റവും കൂടുതൽ ആർക്കാണുള്ളത് ഓനായിരിക്കും എന്തുണ്ടാവുക? ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക.
അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്? ഈ പ്രൈമറി കാർബോകാറ്റോൺ നോക്കുകയാണെങ്കിൽ ഈ പ്രൈമറി കാർബോകാറ്റോണിൽ എത്ര ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്? 1 2 3 ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇവിടെ ഒന്നും ബ്രാഞ്ച് ഇല്ല. ഈ മീഥൈൽ കാർബോകാറ്റോണിന് ബ്രാഞ്ച് ഇല്ല, അതുകൊണ്ട് തന്നെ എന്തില്ല, ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് ഇല്ല. ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചർ. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ പോസിറ്റീവ് ചാർജുള്ള കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 6 9 3 + 3 9 ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇവിടെ ടെർഷ്യറി കാർബോകാറ്റോണിൽ. ഇനി സെക്കൻഡറി കാർബോകാറ്റോൺ നോക്കുകയാണെങ്കിൽ ഈ സെക്കൻഡറി കാർബോകാറ്റോണിൽ എത്ര ഇതുണ്ട്? ബ്രാഞ്ച് ഹൈഡ്രജൻ ഉണ്ട്? 1 3 6 3 + 3 6 ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. എത്ര ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്? 6 ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇനി ഇതിന് ഇത് കൊടുക്കുകയാണെങ്കിൽ എന്താ ഹൈപ്പർ കോൺജുഗേറ്റ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സാണ്. ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ആർക്കാണ്? ഏറ്റവും കൂടുതൽ ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് ഉള്ള ആൾക്കാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് ആർക്കുള്ള? ടെർഷ്യറിക്ക് 9 ആണ്. അപ്പോൾ ഈ ടെർഷ്യറിക്കാണ് ഇവിടെ 9. ഇതാ കണ്ടോ, 9 ഹൈപ്പർ കോൺജുഗേറ്റ്. പിന്നെ നോക്കുകയാണെങ്കിലോ 6 ആണ്. പിന്നെ 6 ഉള്ളത് ആർക്കാ? സെക്കൻഡറി ഹൈപ്പർ കോൺജുഗേറ്റ്. 6 ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് ഉള്ള ആർക്കാ? സെക്കൻഡറിക്കാണ്. പിന്നീട് സ്റ്റെബിലിറ്റി കൂടുതൽ. പിന്നീടോ 3 ഉള്ള പ്രൈമറിക്ക്. പിന്നീട് ഇതൊന്നും ഇല്ലാത്ത ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് ഇല്ലാത്ത മീഥൈൽ കാർബോകാറ്റോൺ. അപ്പോൾ ഇങ്ങനെ നമുക്കിതിൻ്റെ ആൻസർ പറയാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഈ കാർബോകാറ്റോണിനെ ഞാൻ എന്ത് ചെയ്തു? ഒന്ന് പരിചയപ്പെട്ട സമയത്ത് ഈ കാർബോകാറ്റോണുകളെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതി. അങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് ഇവരെ ഇങ്ങനെ കിട്ടി. ഇതേ രൂപത്തിൽ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ ഇങ്ങനെ കിട്ടിയതിന് ശേഷം പിന്നീട് ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ, കാർബൺ വിത്ത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാർബോകാറ്റയോൺ അല്ലെങ്കിൽ കാർബോണിയം അയോൺ. കാർബൺ വിത്ത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാർബോകാറ്റയോൺ അല്ലെങ്കിൽ കാർബോണിയം അയോൺ. ഇനി ഈ പോസിറ്റീവ് ചാർജുള്ള ഈ എത്ര കാർബൺ നമുക്ക് ബ്രാഞ്ച് ആയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സിംപ്ലി 3 ഡിഗ്രി ആയിട്ട് നമ്മൾ തിരിച്ചു. ഏതൊക്കെയാണ് ഡിഗ്രി? ഒരു പോസിറ്റീവ് ചാർജുള്ള കാർബൺ ഒരു ബ്രാഞ്ചേ ഉള്ളൂ, ഒരു കാർബൺ നമുക്ക് ബ്രാഞ്ച് ആയിട്ടുള്ളൂ എങ്കിൽ അതിനെ പറയുന്നത് പ്രൈമറി കാർബോ. ഇനി 2 ബ്രാഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അതിനെ പറയും സെക്കൻഡറി കാർബോകാറ്റയോൺ. ഇനി 3 ബ്രാഞ്ച് ആയിട്ടുണ്ട്, പോസിറ്റീവ് ചാർജുള്ള കാർബണിൽ 3 ബ്രാഞ്ച് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ടെർഷ്യറി കാർബോകാറ്റയോൺ. ഇനി ബ്രാഞ്ചൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറഞ്ഞു മീഥൈൽ കാർബോകാറ്റയോൺ. ഇനി ഇവിടെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി നമ്മൾ പറഞ്ഞു. കാർബോകാറ്റയോണിൻ്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതലായിരിക്കും ടെർഷ്യറി, പിന്നീട് സെക്കൻഡറി, പിന്നീട് പ്രൈമറി, പിന്നീട് മീഥൈൽ കാർബോകാറ്റയോൺ. ഇനി ഇതിൻ്റെ നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ്റെ ഇതിൽ ബേസിലൊന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന് ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതിൽ ഏറ്റവും പോസിറ്റീവ് ചാർജുള്ള കാർബണിൻ്റെ തൊട്ടപ്പുറത്ത് പോസിറ്റീവ് ചാർജുള്ള ഈ കാർബണിൻ്റെ തൊട്ടപ്പുറത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് അവിടെ ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കി. ഇതിമേലാണെങ്കിൽ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ കൊടുക്കുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് ആർക്കാണോ ഉള്ളത് ഓനായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് ആർക്കാണോ കൂടുതൽ ഓനായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടെർഷ്യറിക്ക് ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് കൂടുതലാണ്. അപ്പോൾ ടെർഷ്യറിയാണ് ഏറ്റവും കൂടുതൽ, പിന്നീട് സെക്കൻഡറി, പിന്നീട് പ്രൈമറി, പിന്നീട് ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് ഇല്ലാത്ത മീഥൈൽ കാർബോകാറ്റയോൺ. ഓക്കെ എല്ലാവരും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ മൊത്തം ചെയ്യണേ.